ും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ബ്ലോഗിൻ്റെ അകത്ത്, അതായത് മൈ മണി ബുക്സ് എന്ന ബ്ലോഗിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബ്ലോഗിൻ്റെ പേജ് എടുത്തിട്ട് ആ പേജ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഈ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഷെയർ മാർക്കറ്റിൻ്റെ അടിയിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഞാൻ എടുത്തു. ഓക്കെ, ആദ്യം ഞാനൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ലാംഗ്വേജ് പറയാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ ഉള്ള അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഷെയർ മാർക്കറ്റിൻ്റെ കേസാകുമ്പോൾ ഇക്വിറ്റീസ് വാങ്ങാനും വിൽക്കാനുള്ള അക്കൗണ്ടാണ് ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് അക്കൗണ്ട്. ഞാനൊരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ചെന്ന് കുറച്ച് വെജിറ്റബിൾ മേടിക്കണമെന്ന് വിചാരിക്കുക. ആ വെജിറ്റബിൾസ് വിൽക്കുന്ന ആ കടയാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അത് വിൽക്കാനായിട്ട് നമ്മൾ പൈസ ക്യാരി ചെയ്യുന്ന പേഴ്സ് ഉണ്ടല്ലോ, ആ പേഴ്സാണ് നമ്മുടെ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട്. ഈ മേടിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് വയ്ക്കാനുള്ള നമ്മുടെ സഞ്ചി ഉണ്ടല്ലോ, ആ സഞ്ചിയാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കുന്നു. അതായത് മാർക്കറ്റിലൊരു ഷോപ്പാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ആ ഷോപ്പിൻ്റെ ഓണറാണ് ബ്രോക്കർ, പുള്ളിയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. ആ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ NSEയും BSE ആണ് ശരിക്കും ഈ ഷോപ്സായിട്ട് വരുന്നത്. അവിടെ അത് മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ്. അവിടെ വരുന്ന ചെറിയ ചെറിയ ട്രേഡേഴ്സാണ് നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സ്, സാധനം മേടിക്കാൻ വരുന്ന, വെജിറ്റബിൾസ് മേടിക്കാൻ വരുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് തമ്മിലുള്ള റിലേഷൻ ബേസിക് ഐഡിയ പറഞ്ഞു, പിന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് പറയാം, പിന്നെ ഇത് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വേണ്ടതുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഷോപ്പിൻ്റെ കേസിൽ ആ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് മനസ്സിൽ കണ്ടിട്ട് ആലോചിച്ചാൽ മതി. അതായത് ഒരു ഷോപ്പ്, ആ ഷോപ്പിലുള്ള വെജിറ്റബിൾസ് മേടിച്ച് വെക്കാനുള്ള സഞ്ചി, അതിനോട് പൈസ കൊടുക്കാനുള്ള വാലറ്റ്. അപ്പോൾ ഇത്രയാണ് 3-in-1 അക്കൗണ്ട് അത് വരുന്നത്. അതായത് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഞ്ചി, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിൽ ഉള്ള സാധനങ്ങൾ, നമ്മുടെ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ ഷോപ്പിലുള്ള വെജിറ്റബിൾസ്, നമ്മൾ പൈസ എടുക്കുന്ന വാലറ്റ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് തമ്മിലൊരു ബന്ധം മനസ്സിലായിരിക്കുന്നു. ഇത് പുതിയതായിട്ട് തന്നെ പിന്നെ സ്ഥിരം വരുന്നതിനായിട്ട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും 2 അക്കൗണ്ടും ആവശ്യമുണ്ടോ എന്നുള്ളത്. ശരിക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം ഓപ്പൺ ചെയ്താൽ മതി ഒരു ബ്രോക്കറിൻ്റെ അടുത്ത്. പക്ഷേ ഇപ്പോൾ എല്ലാ ബ്രോക്കേഴ്സും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുള്ള 2-in-1 അക്കൗണ്ടായിട്ടോ അല്ലെങ്കിൽ 3-in-1 അക്കൗണ്ടായിട്ടോ, അതായത് ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടും അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ നമ്മളിപ്പോൾ ഒരു ഇൻട്രാഡേ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു ഫീച്ചേഴ്സ് ഓപ്ഷൻസാണ് ചെയ്യുന്നതെങ്കിൽ, അത് ഡെലിവറി എടുക്കുന്നില്ലാത്ത ഒരു ട്രേഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വെച്ച് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഡെലിവറി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായേ പറ്റൂ. അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ചെന്ന് വെജിറ്റബിൾ മേടിച്ച് അവിടെ തന്നെ വിറ്റിട്ട് പോരുവാണെങ്കിൽ നമുക്ക് സഞ്ചി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ആ മാർക്കറ്റിൽ ചെന്ന് വെജിറ്റബിൾ മേടിച്ച് ആ വെജിറ്റബിൾ വീട്ടിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ നമുക്കൊരു സഞ്ചി നമ്മൾ കൊണ്ടേ പറ്റൂ, നമുക്ക് സഞ്ചി ഉണ്ടായേ പറ്റൂ. അതാണ് വ്യത്യാസം. നമ്മളപ്പോൾ NSEയിലോ BSEന്നോ ഇക്വിറ്റീസ് മേടിച്ച് അന്ന് തന്നെ അവിടെ തന്നെ സെല്ല് ചെയ്തിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്കത് ഹോൾഡിങ് ഡെലിവറി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മൾ ഡെലിവറി അവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് പിന്നീടാണ് സെല്ല് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ട്. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഒന്നിൽ കൂടുതൽ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. നമുക്ക് എത്ര വേണമെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, നമ്മൾ എത്ര വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന പോലെ. പക്ഷേ ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് ഒരു അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വേറെ ഇപ്പോൾ ഇഷ്ടംപോലെ ബ്രോക്കേഴ്സ് ഉണ്ട്. നമുക്ക് കൂടുതൽ ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് ഓരോരുത്തരുടെ അടുത്ത് ഓരോ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത്, നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്ത് നമുക്ക് 3-in-1 അക്കൗണ്ടാണോ ഓപ്പൺ ചെയ്യേണ്ടത്, അത് 2-in-1 അക്കൗണ്ടാണോ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മോസ്റ്റ്ലി എല്ലാ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും തന്നെ 2-in-1 അക്കൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാങ്കുകളാണ് സാധാരണ 3-in-1 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബെറ്റർ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിൻ്റെ അടുത്ത് നിന്ന് ഒരു 2-in-1 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യാണ് നല്ലത്. ഇപ്പോൾ നമുക്കൊരു ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ല, നമുക്ക് എല്ലാവരും ഓപ്പൺ ചെയ്യണമെന്നുണ്ടാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ ചെന്നിട്ട്, ICICI Direct ഉള്ളൊരു ബാങ്കിൽ ചെന്നിട്ട് നമുക്കൊരു 3-in-1 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ബെറ്റർ. കാരണം അവിടെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പ്രോസസ്സെല്ലാം ഒറ്റയടിക്ക് തന്നെ നടന്നു പോയിക്കോളും.
പിന്നെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പിന്നെ നമ്മൾ വീണ്ടും പോയി ഒരു 3-in-1 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ കിട്ടും. അപ്പോൾ പിന്നെ അതിനുവേണ്ടി നമ്മൾ AMC എല്ലാ വർഷവും പേ ചെയ്യേണ്ടി വരും. കാരണം ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് സെപ്പറേറ്റ് AMC വേണം, ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ് AMC വേണമെന്ന് പറഞ്ഞാൽ അതൊരു ഡബിൾ ഒരു ബേർഡനായിട്ട് വരാനാണ് ചാൻസ്. അത് ഓരോരുത്തരുടെ കൺവീനിയൻസ് എന്താണോ അതനുസരിച്ച് ചൂസ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയാം ഓരോ പ്രോസസ്സ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സിനെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഓരോ ബ്രോക്കേഴ്സിൻ്റെ ബ്രോക്കർ ചാർജസ് എല്ലാം കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നൊരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ICICI ഡയറക്റ്റിനകത്തോ ഏഞ്ചൽ ബ്രോക്കിങ്ങിലോ അല്ലെങ്കിൽ അപ്സ്റ്റോക്കിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഈ KYC പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് പ്രോസസ്സൊക്കെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ KYC ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കുക. എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണ്ടേ എന്നുള്ളത് ഞാൻ ഇതിൻ്റെ താഴെ പറയാം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ആധാർ വെരിഫിക്കേഷനും ഫോട്ടോ അപ്ലോഡ് ചെയ്യലും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും ഓൺലൈൻ തന്നെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഈ ബ്ലോഗിൻ്റെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ബ്ലോഗിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അത് കഴിഞ്ഞൊരു ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഫോർമാലിറ്റീസും തീർന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ 18 years ആണ് പറയണേ. പക്ഷേ മൈനേഴ്സിനും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് പാരൻസിൻ്റെ പേരിലായിരിക്കും. അത് അവർക്കൊരു 18 years ആണെന്നവരെയും അതിൻ്റെ പ്രൈം അക്കൗണ്ട് ഹോൾഡറായിട്ട് നിൽക്കുന്നത്. അതുതന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ട് കേസിലും സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഡോക്യുമെൻറ്റ്സ് വേണ്ടത് ശരിക്കും 3 തരം ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്. ID പ്രൂഫ് വേണം, അഡ്രസ് പ്രൂഫ് വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഈ ID പ്രൂഫിൻ്റെ അകത്ത് വരുന്നത് ശരിക്കും ആധാർ കാർഡും പാൻ കാർഡാണ് ചോദിക്കുന്നത്. അഡ്രസ് പ്രൂഫായിട്ട് സാധാരണ ബ്രോക്കേഴ്സ് ചോദിക്കുന്നത് ആധാർ കാർഡ്, വോട്ടർ ID, പാസ്ബുക്ക്, വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഈ ബാങ്ക് പ്രൂഫായിട്ട് ചോദിക്കുന്നത് നമ്മളിപ്പോൾ 2-in-1 അക്കൗണ്ടാണ് എടുക്കുന്നത്, വേറെ ബാങ്കൊക്കെ ലിങ്ക് ചെയ്യണമെങ്കിൽ ആ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ലീഫാണ് വിത്ത് IFSC കോഡാണ് വേണ്ടത്. പിന്നെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ആണെങ്കിലും മതി ആ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ എന്താണ് 3-in-1 അക്കൗണ്ടെന്നും 2-in-1 അക്കൗണ്ടെന്നും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ലൈനിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോയുടെ വീഡിയോയിലെ ഈ ബ്ലോഗിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കമൻറ്റ്സ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ടോപ്പിക്കിലും ഞാൻ ബ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ ബ്ലോഗ് ഒന്ന് എടുത്തു നോക്കുക കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ സമയം ചിലവഴിച്ച് താങ്ക്സ്. ബൈ, സീ യു.